നിങ്ങൾക്ക് ഈ കസേരയിലാട്ട് കയറി ഇരിക്കാൻ മേലെ? എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ടും രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിന്നാലിരിക്കണ. എടീ, തിന്നേലിരുന്ന് തിന്നാലേ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോൽ അങ്ങനെ ശീലിച്ചു പോയി. എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയ എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി. അതവിടെ കിടന്നോട്ടെ. ആ, എന്നെങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ടൂടെ കൊണ്ടുവരട്ടെ? ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. സാറേ. സാറാ? അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും, കാറ്റ് കൊള്ളാൻ. ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മകനെ. എല്ലാം ഇതിലുണ്ടച്ചാ. കോട്ടയമേ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപക്ക് പുസ്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ? ഉളുന്താനെ എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി. അതൊക്കെ മടക്കി വെച്ചിട്ട് വാ, പുറത്താട്ടൊന്ന് പോണം. എനിക്ക് ഉളുന്താനുള്ള വിളി കേൾക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്ത് നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപ മുടക്കുള്ളതാണ്. തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തേൽ ഇത് കെട്ടണത് ഇങ്ങനെയാണാടോ. ആ, എങ്കിൽ എല്ലാം നല്ലപോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകെ വാ. ഇല്ലെങ്കിൽ കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്, അറിയായ? ആ, കെട്ടിക്കൊണ്ട് വന്നു. എടുത്തുകേ എനിക്ക് പോണം. നിക്കാൻ നേരമില്ലെന്ന്. എടുത്തുകേ. കല്യാണി, നീ എന്താ ഈ പറയണത്? ഞാൻ എടുത്താ നീ പൊങ്ങുവോ? കല്യാണിയുടെ അടുത്ത് വെളച്ചിലെടുക്കരുത് കേട്ടാ. മമ്മൂക്ക വണ്ടി തെളിക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത കാശെടുക്കാനാ പറഞ്ഞത്. ഇനി സത്യം പറയാലോ, അതിനു വേണ്ടി കല്യാണി വന്നിങ്ങനെ കാത്തു വെക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൈ കാശില്ലേ, അതാ കൊടുക്കാണ്ടിരുന്നത്. നല്ല ചതിവായി പോയല്ലേ. കക്ക മേടിക്കാനുള്ള കാശാ. വാസ്തവം. നാണമില്ലാണ്ട് പറയണത് കേട്ടാ. കോലാത്ത വലിയ ആനക്കാരനാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. കോലോത്തിന്റെ മഹത്വം ഒക്കെ പോയില്ലേ കല്യാണിയെ? കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിറ്റു, അറിയില്ലേ കച്ചിയെ? ഓ, അറിയാവേ അറിയാം. ഇങ്ങനെ തെറി പറയണ ഒരു മുതലാളി, പച്ചത്തെറി. ഒരുത്തൻ ഉടുത്തിരിങ്ങി വാലുപോലെ പറയാൻ നടപ്പുണ്ട്. അത് കാര്യസ്ഥനാ, ബാലകൃഷ്ണ മേനവൻ, BA കാരനാത്രേ. ആരായിട്ട് എന്താ പുണ്യം? തെറി കേട്ട് കേട്ടത് വെടക്കായിപ്പോയി. മനുഷ്യൻ ഇങ്ങനെ തെറി പറയുവാ? പണ്ട് ചെത്തുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരൻ. എന്ത് പറയാലോ, ആരാ ചോദിക്കാൻ? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ കോലവും കൊച്ചുവാവ മുതലാളിക്ക് വിറ്റപ്പോ വെള്ളം ഇറങ്ങിയ എല്ലാവർക്കും. ഇത് പൊതുസ്വത്തായിരുന്നല്ലോ തറവാട്. അവകാശികളിൽ കുറെ പേര് മലേഷ്യയില്, കുറെ പേര് കൽക്കട്ടയില്, കുറെ പേര് ബോംബെയില്. അവർക്കൊക്കെ അവിടെ പേരും അയക്കണമെന്ന് കൂട്ടിക്കോളൂ. പിന്നെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാരും കൂടി ഒന്നിച്ച് നിങ്ങളുടെ വിറ്റു. ആ തമ്പുരാട്ടിമാർക്ക് പോക്കടം ഇല്ലാത്തത് കൊണ്ട് അതുങ്ങളുടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ? വിറ്റിട്ട് എങ്ങടാ പോവുക? അവരുടെ ഓഹരി 2 മുറികളുണ്ട്, അത് വിറ്റില്ല. അവരവിടെ കൂടി. അവർക്കൊരു സഹായത്തിന് ഞാനും. അതേതായാലും നന്നായി പോയി. സഹായത്തിന് കിട്ടിയ ആള് കൊള്ളാം. ഫസ്റ്റ് ഫസ്റ്റ്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കും അറിയാം. ആരും ഇല്ലാത്ത ഈ തമ്പ്രാട്ടിമാർക്ക് ഞാനും കൂടി ഇല്ലാണ്ടായാലും എങ്ങനെയാ? മനോരമ തമ്പ്രാട്ടിയാണെച്ചാ അന്നത്തെ ആ തൊഴി കൊണ്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല. ആ കൊച്ചമ്പ്രാട്ടിക്കാണെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. എല്ലാം ചത്തും കെട്ടും തീർന്നു. ഞാനെങ്കിലും വേണ്ടേ? പാവം, പലയിടത്തും പോയൊരു കല്യാണവും കഴിച്ച് അച്ഛനെയും പൊറപ്പിച്ച് കഴിയേണ്ട ഒരു മനുഷ്യനെ. അല്ല, കല്യാണത്തിന്റെ കാര്യത്തില് കല്യാണിയുടെ കാര്യവും കണക്കാ. കല്യാണി ഓർമ്മിച്ചില്ലല്ലോ ആ കാര്യം. ഞാൻ ഓർമ്മിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ല കല്യാണി, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ ഈ കല്യാണിക്ക് വിഷമമൊന്നും തോന്നാറില്ലേ? പിന്നെ തോന്നാണ്ട് വരുവാ. ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ പൊറുതി കിടുമ്പോ ഞാൻ ഇമ്മിനെ കക്കാ വാരിയിട്ട് അങ്ങാട്ട് നീറ്റും. അതിന്റെ ആ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോ ഇമ്മിന് സമാധാനമൊക്കെ തോന്നും. ആ, കല്യാണിക്ക് നീറ്റാൻ കക്കയെങ്കിലും ഉണ്ട്.
എനിക്ക് നീറ്റ ഈ മനസ്സ് മാത്രമേ ഉള്ളൂ. എടോ ഓ സാറേ, എന്തോ ഈ തെങ്ങേതാണെന്ന് തനിക്കറിയായ? ഹായ്, നല്ല കഥ. ഒവ്വ, എങ്കി പറ. മുതലാളി വിലയ്ക്ക് വാങ്ങിയ മേലെ കോവിലകം വക വസ്തുവിലെ തെങ്ങ്. മറ്റിടത്തെ തേങ്ങ. എടോ, എന്റെ അച്ഛന്റെ ചോര കുടിച്ചതെങ്ങാണ്. ഏതേ അവിടെയാണ് അച്ഛന്റെ തല കിടന്നത്. കണ്ണും വീഴ്ചണ്ട്. കണ്ണോ? അല്ല, ഓട്. ആ, അന്നിവനൊരു കൊച്ചു തെങ്ങായിരുന്നു. ഇന്നോ മേന്തെങ്ങ്, ചില്ലിത്തെങ്ങ്. ഒവ്വ. എന്തേ? ഒവ്വ. ഒന്നും പറഞ്ഞില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. പാടോ സാറേ. ആ, അന്തി ഏതാണ്? ഈ ഇരിക്കുന്നതല്ല അന്തിയാണ് മുതലാളി. വെള്ളം വിഷയം വെച്ചടിച്ച് കയറ്റിരിക്കുകയാണ്. അയ്യോ ഇല്ല മുതലാളി, പാത്രം കഴി ഒഴിച്ചപ്പോഴെങ്ങാനും. എന്നാ ചെയ്താലും കൊള്ളാം. കൊച്ചുവാവയുടെ ഷാപ്പിലെ കള്ള് മോശമാണെന്നൊരു പേരുദോഷം മാത്രം കേൾപ്പിച്ചേക്കരുത്. അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നേക്കാണ്. എന്റെ ഭഗവാനെ. മീൻ എന്നതാണ്? കണമ്പും കരിമീനുമാണ് മുതലാളി. അത് സർക്കാർ ആഫീസിൽ പോണവർക്ക് കഴിക്കാനുള്ളതല്ലേ. പാവങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാണ്ടേ? ഈ മണങ്ങും കൊച്ചുമത്തിയൊന്നും കിട്ടുകയല്ലേ? ഇന്നൊന്നും വന്നില്ല. എരിവ് പോരല്ലാടോ. കറി കൂട്ടിയ ആന്തണം, എന്നാലേ കൂടുതൽ കള്ളു കുടിക്കുള്ളൂ. ഇനിയും കൂട്ടിയ വാവുള്ളതായിരിക്കും. നിന്റെ അല്ലല്ല, കുടിക്കണവരുടെ അല്ലേ. കള്ളി എന്ന് കണിപ്പിച്ചോളും. നീ പറയണ പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി കേട്ടാ. സാറേ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാ? ഈ കള്ളിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുവാ. ആഹാ, ഈ കള്ളിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞവന്റെ പറഞ്ഞാ മതി. ആടോ സാറേ. ആ, എന്റെ കുപ്പി ഇവിടെ വെക്കായിരുന്നു. ഞാൻ ബാഗ് എടുക്കാൻ. ഞാൻ ഉണ്ടോ ഇവിടെ?